നോമ്പുകാരനെ പകല് മുഴുവനും പട്ടിണി കിടന്നു ദാഹിച്ചു വലഞ്ഞിരിക്കുന്നവനാണെങ്കിലും നോമ്പ് തുറക്കുന്ന സമയത്ത് വളരെ വലിയൊരു സന്തോഷമായിരിക്കും അല്ലേ? രണ്ട് സന്തോഷങ്ങൾ നോമ്പുകാർക്കുണ്ട് പുണ്യ റസൂൽ പറഞ്ഞു. ഒന്ന് നോമ്പ് തുറക്കുന്ന സമയം, മറ്റൊന്ന് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയം. ഈ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷം എന്താ? നോമ്പ് തുറക്കാൻ വേണ്ടി വിഭവങ്ങളെല്ലാം ഒരുക്കി വെച്ച് അതിൽ കാത്തിരിക്കുക. അങ്ങനെ കാത്തിരിക്കൽ പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ്. ആ സമയത്തിന് വളരെ പ്രാധാന്യമുള്ള സമയമാണ്. ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന സമയമാണ്. ആ സമയങ്ങളിൽ അനാവശ്യ സംസാരങ്ങളിൽ ഏർപ്പെടാതെ പ്രാർത്ഥനകളിൽ മുഴുകുകയും നോമ്പ് തുറക്കാൻ സമയമായാൽ ഉടനെ നോമ്പ് തുറക്കുകയും ചെയ്യുക. ഇത് പ്രത്യേകം സുന്നത്താണ്. കാരക്കയാണ് നോമ്പ് തുറക്കാൻ ഏറ്റവും നല്ലത്. പിന്നെ അതില്ലെങ്കിൽ വെള്ളമാണ് ഏറ്റവും നല്ലത്. നോമ്പ് തുറക്കാൻ ഉപയോഗിച്ച വെള്ളം ഒരിക്കലും വായിൽ നിന്ന് തുപ്പിക്കളയരുത്. തൻ്റെ വായിലുണ്ടായിരുന്ന ദുർഗന്ധത്തിൻ്റെ അംശം മുഴുവനും ഉള്ളിൽ കടക്കാനാണത്.